നമസ്കാരം, രമ്യ ഫ്രാങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പക്കാവടയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ള ഒരു പക്കാവട, പാലക്ക പക്കാവട. ഇത് ചീര വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പക്കാവട റെഡിയാക്കി എടുക്കാൻ ആദ്യം തന്നെ ഒരു കുഴിയുള്ള ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 300 ഗ്രാമോളം വരും. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ മാവിനെ നമുക്കൊരു കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമ്മൾ പാലക്കൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. അരിഞ്ഞെടുത്തിട്ടുള്ള ഈ പാലക്കിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി നേരിയതാക്കിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറക്കാം, പക്ഷേ എരിവുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് ഇടാണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ മാവ് ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു 1/2 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് നമ്മുടെ മാവിന് വേണ്ടത്. നമ്മൾ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ വരണം, എന്നാൽ മാത്രമേ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് നമുക്ക് ശരിക്കും ഇടാൻ പറ്റൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണം. തീ കൂട്ടി വെച്ച് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ മാവിടുന്ന സമയത്ത് നമ്മൾ വട പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരു 3-4 മിനിറ്റിനകത്ത് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ വട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോ ഇടുന്നതുകൊണ്ട് നമുക്കൊരു പൊട്ടറ്റോ ചിപ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. റിയൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ ഈ ഒരു പക്കാവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ചമ്മന്തിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം.
പിന്നെ നമ്മുടെ മക്കൾ കെച്ചപ്പും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അതിൽ ആ പൊട്ടറ്റോ ഉണ്ടായതുകൊണ്ട് ചിപ്സിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരെ ബൈ ബൈ.